ശ്രീകൃഷ്ണഗാഥ പാരായണം, നിത്യപാരായണം. ഇന്ന് വത്സസ്ഥേയമാണ് പാരായണം ചെയ്യേണ്ടത്. ധ്യാനശ്ലോകത്തോടുകൂടി പാരായണം ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ സ്തോത്രം. ഓം കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. നിന്നീര തന്നൂടെ പുഞ്ചിരിയായൊരു ചന്ദ്രികമയിൽ പകയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായൊരു ശൈലം പോലെ ദേവി നിന്നിടുന്ന ദൈവം തന്നെ ഞാൻ കൈവണങ്ങിടുന്നേ കാത്തുകൊള്ളുവാൻ കീർത്തിയെ വാഴ്ത്തുവാൻ ഓർത്തു നിന്നിടുന്ന ആ കീർത്തിത്തു തുടക്കേണമേ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. വത്സസ്ഥേയം. ബ്രഹ്മാവ് തൻ്റെ അഹങ്കാരം കൊണ്ട് ഭഗവാനെ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നതും അതിൽ പരാജയപ്പെട്ട് ഭഗവാനെ ശരണം പ്രാപിക്കുന്നതും സ്തുതിക്കുന്നതും ഒക്കെയാണ് വത്സസ്ഥേയത്തിൽ. പശുക്കുട്ടികളെയും ഗോപന്മാരെയും ഒളിച്ചു വെച്ചുകൊണ്ടായിരുന്നു പരീക്ഷിക്കാൻ തുടങ്ങിയത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓമനപ്പേകൾ തന്നോരോരോ ലീലകൾ തൂമകലർന്നു കാട്ടിക്കാട്ടി ആനായ നാരിമാർ മാനസം തന്നെ ആകുലമാക്കി ഞാൻ മെല്ലെ മെല്ലെ അച്ഛനെ പോലെ ഉടുക്കുന്നിട്ട് നൽചേല കൊണ്ടങ്ങുടുക്കുന്ന നാൾ മാനിച്ചു നിന്നച്ഛൻ കൊണ്ടിടും നേരത്തം ആന കടിക്കും മുടുകിലേറി ദേവാനിക്കേണിന്നച്ചായെനിക്കു പൂവെല്ലാം കൊണ്ടെത്തായെന്നു ചൊല്ലും അച്ഛനും താനുമായി ചെയ്യിലിങ്ങനെ നിശ്ചയും നിന്നു പടകളിക്കും. എങ്കടി കാണണം നിങ്ങളിന്നെല്ലാരും എന്നങ്ങു ചൊല്ലിട്ടു വിടുതോറും കോഴികൾ കൂകുമ്പോൾ കോഴകൾ കൂടാതെ ഗോവിന്ദൻ പാടിക്കൊണ്ടങ്ങു ചെല്ലും. എന്നുമേ ഇങ്ങനെ കൺമവരായി വരി എന്തിനെ നല്ലതെന്നൊക്കണം നാം. മാലി ജോലിയുന്ന നേരത്തു ഓടി നേരെ പോയി നീരെല്ലാം നിൽക്കും മെയ്യിൽ കയ്യെ പിടിപ്പാനായാലും ചെല്ലുമ്പോൾ അയ്യോ എന്നിങ്ങനെ കൂട്ടും തിന്നം. അത്ഭുതമായുള്ള പാവകളോടൊരു ശില്പികൾ കൊണ്ട കൊടുത്തപ്പോഴും വാഴപ്പഴങ്ങൾ താൻ തിന്നുന്ന നേരത്തു വായിൽ കൊടുക്കുമ പാവകൾക്കും. അമ്മീ നൽകമ്മേ എന്നങ്ങു ചൊല്ലിക്കൊണ്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കും. പിന്നെ ചാല കിടന്നങ്ങുറങ്ങുന്ന നേരത്തു ചാരത്തു തന്നെ കിടത്തിക്കൊള്ളും. നന്മണി കൊണ്ടു പാടുത്ത നിലം തന്നെ ബിംബിതനായിട്ടു തന്നെ കണ്ടാൽ അഞ്ചിതമാകിയ പുഞ്ചിരി തുന്നിട്ടു ചെഞ്ചമ്മി പായും പിടിച്ചു കൊള്ളുവാൻ. രത്നങ്ങളായുള്ള കമ്പങ്ങൾ തന്നെയും ആദ്യനായുള്ളോരും തന്നെ കണ്ടാൽ ഉണ്ണിയെ പൂണുന്നേ എന്നിട്ടു കമ്പത്തെ ചിഹ്നം പിരിച്ചങ്ങു കൊണ്ടുകൊള്ളും. കമ്പത്തിനുള്ളിലെ ഉണ്ണിയെ ചിഹ്നമ്മി നീ അമ്മിഞ്ഞി നൽകേണമെന്നു ചൊല്ലും.
വെണ്ണയും പാലും നൽവെല്ലവുമെല്ലാമേ ഉണ്ണിക്കു നൽകണമെന്നും പിന്നെ ഓടിക്കൊണ്ടാച്ചിമാരോരോരോ വേലയ്ക്കു പേടിച്ചു വീടേറെ പോകുന്നേരം നെഞ്ചകമെല്ലാമേ വഞ്ചനം ചെയ്യുന്ന നെഞ്ചിരി കിഞ്ചന തൂകി തൂകി ദൂരത്തു നിന്നവൻ ദേഹത്തിൽ ചെന്നവൻ ചാരത്തു വെല്ലവേ നിന്നുകൊള്ളും ഓമന പുഞ്ചിരി കാണുന്ന നേരത്തും കാമിനിമാരാലും പോകവല്ല തങ്ങൾ തുടങ്ങിന വേല മറന്നുടൻ മംഗളനാകിയ പൈതൽ തന്നെ പൂണ്ടങ്ങി വീണുപോ എല്ലാവരും വീണുപോ നാഗയുമുണ്ടു പാർത്താൽ ബാലികമാരായ നാരിമാരോരോരോ ലീലകൾ കണ്ടുമായെന്നും നേരം പൂവില്ലു കൊണ്ടവർ മേനിയിലെല്ലവേ പൂവില്ലവൻ ചെന്നു തൊട്ടുപോനാൻ എന്നുപോലിന്നീവൻ യൗവനമാണുന്നു എന്നൊരു ചിന്ത തുടങ്ങിയപ്പോൾ കണ്ണിന്നു നല്ലൊരു പീയൂഷമായിട്ട കണ്ണെന്താനിങ്ങനെ മേവും കാലം വൃദ്ധന്മാരായുള്ള ഗോപന്മാർ തങ്ങളിൽ ഒത്തങ്ങു കൂടിയിട്ടു ചെന്നാരപ്പോൾ വാട്ടം കളഞ്ഞു നാം കൂട്ടമായി കൂടിയിട്ടു ഓട്ടത്തിൻ കാര്യം ചിന്തിക്കണം നന്നൻ തുടങ്ങിന ഗോപന്മാരെല്ലാരും ഒന്നൊത്തു നിന്നു പറഞ്ഞപ്പോൾ വാസത്തിനലം നന്നല്ല പാർക്കുമ്പോൾ ആപത്തി കാണുന്നു നാളിൽ എന്നൊരു ഭൈരവി വന്നിട്ടു ശ്രീകൃഷ്ണായ ഭൂതന എന്നൊരു ഭൈരവി വന്നിട്ടു ചെയ്തതോ എല്ലാരും കണ്ടുതല്ലോ കാറ്റു താനേൽപ്പെട്ടു നൂറ്റിക്കോലല്ലോ തൂറ്റിക്കളഞ്ഞതി പൈതൽ തന്നെ പാറമേൽ വീണൊരു പൈതലെ ഓർക്കുമ്പോൾ മാറുന്നു നിന്നും കണ്ണുനീരോ ചാടുതാൻ വീണു തകർന്നൊരു നേരത്തു ചാകാതെ കൊണ്ടതു നാമല്ലല്ലോ നാരായണൻ തന്റെ കാരുണ്യമില്ലായി ആലിന്നി പൈതലെ കാപ്പാരയ്യോ പാലിച്ചു നിന്നൊരു പാഴ്മാരം വീഴുമ്പോൾ പൈതൽ തൻ മേനിയിൽ കൊണ്ടില്ലല്ലോ നല്ലൊരു നേരത്തിൽ പൈതൽ പിറന്നൂരിൽ എല്ലാരും ചൊന്നതു കൊയ്യല്ലൊട്ടും കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ നന്ദൻ ആനനും തഞ്ചൽ നിന്നിങ്ങനെ നന്മൊഴി തുകീന നിരത്തപ്പോൾ ബന്ധുവായി നിന്നോരു ഗോപാലൻ ചൊല്ലിന ചിന്തിച്ചു നിന്നു നൂറുങ്ങും നേരം കേൾപ്പാർന്നു നിന്നുള്ളോരുൽപാദമോരോന്നിൽ ഇപ്പാടെ വന്നതിൻ മുപ്പാടെ നാം വൃന്ദാവനം തന്നെ നന്നായി പുകേന ഒന്നിച്ചു നിന്നൂടൻ ഇന്നു തന്നെ എന്നങ്ങു ചൊന്നപ്പോൾ നിന്നൊരു ഗോപന്മാർ നിന്നു ചൊല്ലിനാരെല്ലാരുമേ ചാടെല്ലാം കൊണ്ടൊന്നു ചാരത്തുടൻ പിൻ ചാരെ മുറുക്കി ചമച്ചാലപ്പോൾ നീടുറ്റ ബാലകന്മാരും അമ്മാതരും ചാടിൽ കരേറിട്ടു പാനാച്ചമ്മേ കണ്ണും കീടാക്കളും കാലികളും തമ്മിൽ ഒന്നിച്ചു കൂടി നടത്തം കൊണ്ടാർ ചാവം തുടങ്ങിയുള്ള ആയുധമോരോന്നെ ഗോപന്മാരെല്ലാരും കയ്യിലാക്കി സന്നദ്ധരായിട്ടു നിന്നുടൻ അന്നേരം മുന്നിൽ നടന്നു തുടങ്ങിനാരെ നീടുറ്റ രോഹിണി താനും യശോദയും കേടറ്റ ചാടിൽ കരേറിച്ചമ്മേ ഓലക്കമാണ്ടുള്ള ബാലകന്മാരെ ചാലപ്പുണർന്നു വിളങ്ങി നിന്നാർ
ചൊൽപ്പറ്റു നിന്നുള്ള രണ്ടുള്ള കൽപ്പക വല്ലികൾ എന്ന പോലെ ചാടമോ ചാടുമ്പോൾ പേടിച്ചു നിന്നേരും ചാപലം കേട്ടല്ല പൈതങ്ങളോട് പറഞ്ഞു നിന്നിങ്ങനെ പൈതങ്ങളേതു മറിഞ്ഞിലോട്ടും ഇങ്ങനെ പോയെങ്ങോ വൃന്ദാവനന്ദനിൽ ഭംഗിയിലെല്ലാരും ചെന്നു പൂക്കാർ പുണ്യങ്ങൾ ചെയ്തുള്ള മാനവന്മാരെല്ലാം പിന്നിലെ ചെന്നങ്ങു പോകും പോലെ ദീനന്മാരായുള്ളൊരാനയന്മാരെല്ലാം ആനന്ദം പൂണ്ടങ്ങു പൂക്കോ നേരം സുന്ദരമായുള്ള മന്ദിരം ഓരോന്നെ നന്നായി നിർമ്മിച്ചാരന്നു തന്നെ നന്ദിൻ തുടങ്ങിയ ഗോപന്മാരെല്ലാവരും മന്ദിരം ഓരോന്നിൽ ചെന്നു പൂക്കാം സൂര്യൻ തുടങ്ങിയ നൽഗ്രഹം ഓരോരോ രാശിയിൽ ചെന്നങ്ങു പോകും പോലെ കാർവർണ്ണൻ താൻ ചെന്നു പൂക്കൊരു നേരത്തെ കാനനമേറ്റം വിളങ്ങി നിന്നു വാദ്യങ്ങൾ ചെന്നു വിളങ്ങിന നേരത്തു കറങ്ങും ആകാശം എന്ന പോലെ അച്ചായ നീക്കൊരു നൽകുഴലുതുവൽ ഇച്ഛയുണ്ടെന്നങ്ങു ചൊല്ലിപ്പിന്നെ അച്ഛൻ കൊടുത്തൊരു നൽകുഴലുടീന് ഇച്ഛയിൽ മെവീന മെല്ലെ മെല്ലെ പുഞ്ചിരി തൂങ്ങിയും കൊഞ്ചൽ തുടങ്ങിയും 5-6 മാസം കഴിഞ്ഞ കാലം കന്നുകൾ മേച്ചു തുടങ്ങി മെല്ലവേ നന്ദധനുജനും രാമനുമായി ദൂരത്തു പോകാതെ ചാരത്തു നിന്നിട്ട് നേരത്ത പിള്ളേരുമായി ചെമ്മേ വത്സങ്ങളോട് കരന്നുടൻ കൊല്ലുവാൻ വത്സനായി വന്നൊരു ദാനവനെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ മത്സരമാണ്ടങ്ങും മറ്റുകൂടൻ തന്നെ ഉത്സവമാക്കി ഞാൻ ഉറ്റുകൊണ്ടേ കള്ളനായുള്ളൊരു മറ്റൊരു ദാനവൻ ഉള്ളായി വന്നിട്ടു നിന്നു നേരം ചേർച്ചാതുടർന്നുള്ള പിള്ളേരുമായിട്ടു പാശൽ തുടങ്ങി മേച്ചിങ്ങനെ നിന്നു വിളങ്ങിന കാനനന്ദനിലെ പോയിട്ടു വേണമേ ഭോജനമിന്നെനിക്കെന്നു നന്ദി കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വിളിച്ചുണർത്തി കാനനന്ദനിൽ ചെന്നാനന്ദമായി നിന്നു വേണമെന്നൂടെല്ലാമെന്നു ചൊല്ലി താനങ്ങു തന്നൂടെ കണ്ണുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൻ പിന്നെ എന്നതു കേട്ടൊരു ചങ്ങാതിമാരെല്ലാം അങ്ങനെ വേണമെന്നു ചൊല്ലി ഭോജനത്തിനുള്ള സാധനം ഓരോരോ ഭാജനം തന്നിലങ്ങാക്കിക്കൊണ്ട് തന്നൂടെ കണ്ണും തെളിച്ചതിൽ പിന്നാലെ തങ്ങളും മെല്ലെ മെല്ലെ ചെന്നങ്ങു കണ്ണന്റെ കണ്ണിനോടെല്ലാരും ഒന്നിച്ചു കൂട്ടിന തങ്ങൾ കന്നും ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ടു ചാലെ കളിച്ചു നടന്ന പിന്നെ കേകികൾ കൂകുമ്പോൾ കൂകത്തുടങ്ങിന കോകിലം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാറുമ്പോൾ ചായപ്പിടിപ്പായിക്കാൽ മെല്ലെ എല്ലാരും ഓടി അന്നങ്ങൾ പോലെ നടന്നതിൻ പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ തന്നിഴൽ തന്നോടും മാറ്റൊലി തന്നോടും നിന്നു കളിക്കയും പേശുകയും വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ പാലെ പിടിച്ചു വലിച്ചും പിന്നെ പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങളിങ്ങനെ കണ്ണനുമായി കളിക്കുന്നേരം കംസന്റെ ചൊല്ലാലെ വന്നൊരു ദാനവൻ ഹംസങ്ങൾ ചാരത്തു കാതൽ പോലെ ചോളം നിറഞ്ഞൊരു വ്യാളമായ നേരം നീളത്തിൽ മെല്ലെ കിടന്നു കൊണ്ടാൻ ആയ കുമാരന്മാർ വായുന്നതിൽ നേരെ വായും വിളർന്നു വഴിക്കു തന്നെ ചേർന്നാണ് നിന്നൊരു പാതാളമേ എന്നു കാണുന്നവരെല്ലാരും തോന്നും വണ്ണം ലീലകളോരൊന്ന് ചാലത്തിരഞ്ഞുള്ള ബാലന്മാരു കണ്ട നേരം പാതാളമേ എന്നു നിർണയിച്ചെല്ലാരും പാഞ്ഞവൻ വായിലെ ചെന്നു പൊക്കാൻ ആകാശം തന്നിലെ നിന്നുള്ള ദേവകൾ ആകുലന്മാരായി ചൊന്നാരപ്പോൾ കൈതവം
പൈതങ്ങളാരും അറിഞ്ഞതില്ലേ കംസനു നല്ലൊരു കാലമായി വന്നുതേ സംശയമില്ലേതും ചൊല്ലാൻ ചെമ്മേ മായയെന്നുള്ളതും നിർണയിച്ചല്ലേ മാധവനെങ്ങോ പോയി നിന്നും കൊണ്ടു പിന്നവരിങ്ങനെ ചൊന്നൊരു നേരത്തു ചെന്നു മെല്ലെ മെല്ലെ മുഖത്തുടങ്ങിന ദാനവൻ വായിലെ മേഘത്തിനുള്ളിൽ നൽതിങ്കൾ പോലെ കണ്ണനും ചെന്നവൻ വായിലെ പോകുമ്പോൾ പിന്നവർ മേലിന്നു നിന്നും കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി പിന്നവർ തിണ്ണം മേലിൽ അയ്യോ എന്നിങ്ങനെ പിന്നെയും ചൊല്ലിട്ടു കയ്യും തീരും നീയൂടെന്നാകട്ടെ പലകന്മാരെല്ലാം താനവൻ തന്നിലേ നന്നീനാൻ ഇന്നു ഞാൻ കണ്ടൊരു നക്കളി തന്നെയും തന്നെ എന്നുമേ ഇന്നുമാകപ്പെടേണം കുമാരന്മാരോടും കൂടെ എന്നോടെ വായിലെ വന്നിവൻ ബുക്കാനല്ലോ ആരെല്ലാം ഇന്നിവൻ തന്നെ യേശുവാൻ ആരാഞ്ഞുമില്ലാതെയുള്ളോരിപ്പോൾ പൂതന മുമ്പായി വന്നുള്ളവരെല്ലാരും തേവന വേദിത്തു പോയാലത്രേ എന്നോളം തന്നെയരില്ലാരും നിന്നോക്കുമ്പോൾ എൻവായിലല്ലോ താൻ വന്നു ബുക്കു സ്വാമിക്കു വരുന്നോരാരുമില്ലെന്നോളം പാർമേലെന്നുള്ളതോ വന്നുകൂടി ഞാൻ ഇന്നിക്കാര്യത്തെ സാധിച്ചു ചൊല്ലുമ്പോൾ മാനിച്ചു എന്നതു നൽകുന്നവൻ എന്തോന്നു നിന്നുള്ളിൽ വേണമെന്നതെന്നുമ്പോൾ എന്തോന്നു ഞാൻ മുമ്പേ ചൊല്ലിക്കൊള്ളൂ ആന തുടങ്ങിന വാഹനമൊരോന്നേ വേണമെന്നതില്ലേതും പാട്ടു കണ്ടാൽ ശോഭനമായങ്ങു ശോഭിച്ചു നിന്നുള്ളോരാഭരണങ്ങൾ എനിക്കുണ്ടല്ലോ നാടങ്ങു വേണമെനിക്കുന്നതില്ല നാശമേയുള്ളൂതേ നാളിൽ നാളിൽ നാശം നായന്മാരെല്ലാവർക്കും നായകനായി നിന്നാൽ പോയി പേയില്ല എന്നുമേ എന്നു തോന്നും പാൽവെണ്ണയുണ്ടു സൂചിച്ചു കൊള്ളാമല്ലോ പാർക്കുന്ന നേരം ഇതൊന്നേ നല്ലു എൻവായിലായുള്ള വന്നുകിടങ്ങളെ കൊല്ലാതെ കൊണ്ടാതിൽ നന്നായതും എന്നതിന്നതും ഭയമില്ലൊക്കുമ്പോൾ കണ്ണുകൾ ഇന്നും മറ്റുണ്ടല്ലോ താൻ ഇന്നിവൻ തന്നെ ഞാൻ കൊല്ലാതെ ഇങ്ങനെ കൊണ്ടുപോയി എന്നോടെ നാഥൻ മുമ്പിൽ പ്രാകൃതമായിട്ടു വച്ചുപോകുലൻ പ്രാഭവമേറ്റമുണ്ടായതും കൂടെ പിറന്നൊരു കൂടന തന്നെയും കൂടെ പിറന്ന ഭഗൻ തന്നെയും കൊന്നതിൽ നോക്കുമ്പോൾ ഇന്നിവൻ തന്നെ ഞാൻ മുടിക്കിലെ കോപം തീരൂ ഇങ്ങനെ ചിന്തിച്ചു തന്നെ കോപത്തെ കൊണ്ടുവന്നേ മോള് ഇതിൽ അയച്ചിട്ടില്ലേ നടന്നു പോകുന്നില്ല അതെന്താ നിനക്കുമാകപ്പെട്ടൂരേ എൻവായിൽ നിന്നു നീ ചാക എന്നുള്ളൊരു നിൻഭാവമൊട്ടിൽ നിന്നാക്കൊഴിക്കാം പാപനായുള്ളൊരു ദാനവനിങ്ങനെ കോപവാനായി പറഞ്ഞ നേരം ശ്വാസങ്ങളെല്ലാം അടക്കി തുടങ്ങിയതേ ശ്വാസങ്ങളും പോന്നു വന്നതപ്പോൾ വാകൊണ്ടു മിണ്ടുവാൻ വയ്യാതെ ആയപ്പോൾ വാകൊണ്ടു തല്ലിനാൻ കുടലത്തിൽ കണ്ണനിലായിതു കോപിച്ച മനസം കണ്ണിണ വരം വിരിഞ്ഞു നിന്നു ആട്ടങ്ങളായിട്ടു പ്രാണങ്ങൾ വീങ്ങുമ്പോൾ മുഖാവു പെട്ടെന്നു പൊട്ടിച്ചമ്മേ കണ്ടൊരു വാതിൽ പുറപ്പെട്ടു ജീവനും വണ്ടി നടന്നു പുറത്തങ്ങായി ആകാശം തന്നിലെ കാണായി നേരം നാഗികൾക്കെല്ലാവർക്കും കണ്ണന്താനം നേരം ആലസ്യം ദൂതൻ ബാലന്മാരും അക്കാലും കീടങ്ങളുമായി ചേർത്തിൽ വായിൽ നിന്നോടി പുറപ്പെട്ടു വിളങ്ങും നേരം ആകാശം തന്നിലെ കാണായി നിന്നൊരു നികാശം അന്നേരം വന്നു കണ്ണനോടൊന്നിച്ചു നന്നായി വന്നു ദേവിന്നവരെല്ലാരും കണ്ടിരിക്കെ എന്നതു കണ്ടൊരു വിന്നവരെല്ലാരും നന്ദനം തന്നിലെ പൂക്കളെല്ലാം നാരായണനെയിൽ പാരാതെ വീണാർ പാരം മുഴങ്ങിച്ചാർ വേദികളും
അമ്നായ മുദിച്ചു നിന്നൊരു നന്മുഖൻ മുന്നിലെ ദേവിയെ കേട്ട നേരം എന്തെന്നു ചിന്തിച്ചു തന്നീരെ നന്നീന നന്ദതാനുജന്റെ ജിലയെന്നെ ഓർത്തു മുടിഞ്ഞതു പാർക്കരുതന്നുതൻ ആസ്ഥാനം തന്നിൽ നിന്നോടി വന്നാൻ വാനവരെല്ലാരും ചെന്നതു കേട്ടപ്പോൾ ആനന്ദലീനനായി വന്നു ചെന്നാൻ പിന്നിതു കണ്ടിട്ടു വിസ്മയിച്ചെഴേണ്ടാകും വൃന്ദാരകന്മാരെ കേൾപ്പിൻ നിങ്ങൾ നന്ദകുമാരനായി നിന്നോരി വந்தന്റെ നല്ലൊരു മിനി എന്ന പോലെ പൊന്നുകൊണ്ടാകിലും മണ്ണുകൊണ്ടാകിലും നന്നായി നിർമ്മിച്ച മീയുണ്ടല്ലോ എന്നതു തന്നെയും ഉള്ളിലെ നന്നീനാൽ അന്നേ വരുത്താമേ മുക്തി തന്നെ ഇന്നിവൻ താനല്ലോ ദാനവനുള്ളിലെ നിന്നു വിളങ്ങിനാതെന്തു പിന്നെ വാരിജ സംഭവ ഇങ്ങനെ ചെന്നതു വനവരെല്ലാരും കേൾക്കുന്നേരം വാരിജലോചനൻ കാളിന്തി തന്നോടെ വിലത്തു എന്നുടൻ ചെന്നാനപ്പോൾ ചങ്ങാതിമാരെയും ചാരത്തു പോലുവൻ ചന്തത്തിൽ ഉണ്ണണം നാം എല്ലാവരും നാമെല്ലാം നന്നായിട്ടെങ്ങുമേ വന്നുകൂടാ നല്ലൊരു പുല്ലുള്ള ഭൂതലം തന്നിലെ നന്നായി മേയത്തെ കന്നുകളും എന്നതു കേട്ടൊരു ചങ്ങാതിമാരെല്ലാം നന്നെല്ലാം ഒന്നിച്ചു കൂട്ടിച്ചെമ്മേ കണ്ണീരും കാട്ടി നല്ല പുല്ലുള്ള ഭൂതലം തന്നിലങ്ങാക്കിനാർ മെച്ചൽ പോവാൻ വാരേഴും തങ്ങളും നാരായണൻ ചൂടും പാരാതെ നന്നങ്ങിയിരുന്ന പിന്നെ വാരീജൻ തന്നെ കർണിക തൻ ചൂടും നേരെ വിളങ്ങും വെള്ളങ്ങൾ പോലെ പാച്ചോറു തന്നെയും എല്ലാവരും ഓരോരോ പാത്രങ്ങൾ കഞ്ഞിരുമാക്കി പിന്നെ തന്നെ കൈകണി ഓരോന്നേ മുന്നിലെടുത്തങ്ങ് വെച്ചുകൊണ്ടാൻ കാർമുകിൽ വർണ്ണനും ഭോജനം പെണ്ണുവാൻ കാണിച്ചു നിന്നപ്പോൾ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ നാഭിക്കെല്ലാമാറ് കൊലക്കുഴൽ തന്നെ കൊമ്പെല്ലാം കയ്യോടെ കീഴ് പാച്ചോറ് തന്നെ ഉരുട്ടിത്തമ്മൻ പാണിതലം തന്നിലാക്കിക്കൊണ്ടാൻ അവനെ വിരൽ തന്നുള്ളിലങ്ങാക്കി ഞാൻ ഊണിനും വേണുന്ന കായ്കളെല്ലാം നടുക ബാലകന്മാരുടെ ലീലകൾ ഓരോന്നെ ജാല് പറഞ്ഞു തിരിച്ചു തമ്മിൽ തുറങ്ങുവായിടുന്നൊരു നേരത്തും പാലം തിരിപ്പൊരു ആമോദം കൊണ്ടുകൾ കാനനെന്തെങ്കിലും നേരം ആകാശം തന്നിലെ വാനവരെല്ലാരും ആമോദം പൂണ്ടങ്ങന്മാർക്ക് സുന്ദരമായ ഒരു വൃന്ദാവനം തന്നിൽ വന്നു നിന്ന് ആ നന്ദകുമാരന്റെ ലീലകൾ കാണുകയാൽ നന്ദനലീലപ്പോൾ നാളിക ജന്മവും നാരായണൻ തന്റെ കേളികൾ പിന്നെയും കാൺമതിനായി കുൽസിതമായൊരു വഞ്ചനമെങ്കിലും വത്സങ്ങളെല്ലാം ഒളിച്ചു വെച്ചാൽ ബാലകന്മാരെല്ലാം ഉണ്ണുന്ന നേരത്തു കാലിക്കീടാങ്ങളെ കാണാഞ്ഞപ്പോൾ പേടിക്കൊണ്ടെല്ലാരും തേടുവാനായിട്ട് ഓടി തുടങ്ങുവാനെങ്ങും ഓങ്ങുന്നേരം നേടുച്ച ബാലകന്മാരോട് ചൊല്ലിനം കേടച്ച കേശവൻ പേടി പോവാൻ ഊണിനു വൈകല്യം ഏതുമേ ഉണ്ടാകൊല്ല വേണമെന്നതിന്നു ഞാനുണ്ടല്ലോ കാട്ടിലകം ബുക്കു കന്നു കീടങ്ങളെ കൂട്ടമേ ഞാനും കൊണ്ടൽ നേർവർണ്ണൻ താൻ ഇങ്ങനെ ചെന്നുടൻ പിണ്ടാവും കയ്യിൽ പിടിച്ചുകൊണ്ട് മന്ദിരൻ കാനേന മണ്ഡലം തന്നിലെ ചെണ്ടുവാൻ കന്നെല്ലാം മിണ്ടൽ നീക്കി ഭദ്രനായുള്ളൊരു നാൻമുഖൻ അന്നേരം ചിത്രമേ എന്നുടൻ കൊന്നു വന്നാൻ ആയർകുമാരന്മാരെയൊക്കെ തന്നോടെ മായയെ കൊണ്ടു മറച്ചു വച്ചാൽ നീലവലഹക നേർനിറമാണ്ടുള്ളോ നീളെ നടന്നാന് കാടുറൂറും കന്നുകളൊന്നുമേ കാണാഞ്ഞു പിന്നെയും വന്നുടൻ നോക്കുമ്പോഴിങ്ങു തന്നെ ബാലകന്മാരെയും കണ്ടുതോ ഇല്ലല്ലോ കാലിക്കീടാങ്ങളെ കാണാഞ്ഞിട്ട് ആരാഞ്ഞു പോയാടെന്നെങ്ങോ നന്നിട്ടു പാരം വിളിച്ചു നടന്നാനെങ്ങും എന്നിട്ടുമെല്ലാമേ കാണാഞ്ഞു തന്നിലെ എന്തിനെന്നിങ്ങനെ ചിന്തിച്ചുടൻ ഉള്ളിലെ കൺകൊണ്ട് നോക്കി ഞാൻ അന്നേരം ഉള്ളൊരു വണ്ണമേ കാണായപ്പോൾ പുഞ്ചേരി തൂകി നാൻമുഖൻ തന്നൂടെ വഞ്ചന ലീലയെ കണ്ടു പിന്നെ വഞ്ചിതമായുള്ള വഞ്ചനം ചെയ്കിലോ വഞ്ചകനാമല്ലോ ഞാനും ചെമ്മേ നെഞ്ചകൻ തന്നിലെ ഇങ്ങനെ നന്ദി അഞ്ജന വർണ്ണൻ താനെന്നാ നേരം
അമ്മമാർക്കെല്ലാവർക്കും മക്കളെ കണ്ടിട്ടു സമ്മോദമുള്ളിൽ ഇലങ്ങുണ്ടാവാനായി കാലിക്കീടങ്ങളെ താനങ്ങു നിർമ്മിക്കാൻ പാലകന്മാരെയും ഔവണ്ണമേ. കാലിക്കീടങ്ങളും പാലകന്മാരായ ബാലകന്മാരുമായി കാലത്തേതാൻ അമ്പാടി തന്നിലകത്തങ്ങ് പോകുമ്പോൾ അമ്മമാരെല്ലാരും തന്മക്കളെ മാനിച്ചെടുത്തുടൻ നന്മൂല നൽകിന ധേനുക്കളും പിന്നെ യവണ്ണമേ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. സംശയമുണ്ടായില്ലാക്കുമേ പാർക്കുമേ കൗശലമുള്ളവനല്ലോ ഇവൻ. വത്സങ്ങളായുള്ള തന്നെയും ഇങ്ങനെ വത്സന്മാരായുള്ള തന്നെ കൊണ്ടേ പാലിച്ചു നിന്നു വനത്തിലും അങ്ങുമായി കാലമങ്ങോരാണ്ടു ചെന്നുതായി. ആൺമതി രണ്ടൊരു നാൻമുഖനന്തരം കാണാൻ വന്നാന കാനനത്തിൽ കാലിക്കീടാങ്ങളും പാലകന്മാരുമായി ചാല വിളങ്ങുന്നു മുന്നേ പോലെ. തന്നുടെ മായയാൽ വഞ്ചിതരായോരെ അന്നികൾ തന്നിലും നിന്നു കണ്ടാൻ. പാട്ടാങ്ങായുള്ളവരേവരെന്നിങ്ങനെ ഒട്ടുപോ ചിന്തിച്ചു വട്ടം പോന്നാൻ. ആയകൂലത്തിനു നായകനായുള്ളൻ മായയെ നോക്കി നിന്നെന്ന നേരം വില്ലിനെ വെല്ലുന്ന നല്ലൊരു ജീവിതം തെല്ലുന്നു മെല്ലയിലക്കി താൻ എന്നതു കണ്ടൊരു മായകാലെന്നപ്പോൾ തന്നെ ലീലയെ കാട്ടും നേരം ബാലകന്മാരും ആ കാലിക്കീടങ്ങളും നീലത്തെ വെണ്ണ നീരന്തരിച്ചു. എന്തിനിങ്ങനെ ചിന്തിച്ചു നാന്നുകൾ അന്ധത പൂണ്ടങ്ങു നോക്കും നേരം നന്നാലു ബാഹുക്കളായിട്ടു കാണായി നിന്നൊരു ബാലകന്മാരെയെല്ലാം ശംഖു തുടങ്ങിയുള്ള ആയുധമോരോന്ന് സങ്കരം തോറും ധരിച്ചു നന്നായി. ഭൂമിമാരായി മേവുന്ന ദേവിമാർ ശോഭ കലർന്നുണ്ടു രണ്ടുപാടും മഞ്ഞൾ കിഴിഞ്ഞൊരു കൂറ ധരിച്ചുണ്ടു ചിഞ്ചിതമായുള്ള നൂപുരവും. അങ്കണം പൺകണം കാഞ്ഞിട്ടുടങ്ങിന മംഗലഭൂഷണമൊട്ടുമീയിൽ കന്നുകീടാക്കളും ഔവണ്ണമേയായി ഒന്നൊന്നെ നാൻമുഖം നോക്കും നേരം. കാനനം തന്നിലെ ദാരുക്കൾ ഓരോന്ന് കാണായി തന്നേരം ഔവണ്ണമേ. കണ്ണനങ്ങാരെന്നു ചിന്തിച്ചു തിണ്ണമുടന്നങ്ങു നോക്കും നേരം പിന്നവരെല്ലാരും നിന്നതു കാണായി കണ്ണന്റെ കീർത്തിയെ പാടിപ്പാടി. ആഴികളേഴുമേ കാണായി തന്നേരം ഏതു രണ്ടായുള്ള ലോകങ്ങളും പുണ്യങ്ങൾ ചെയ്തുള്ള ധന്യരെ കാണായി പിന്നിലെ നിന്നു കളിക്കുന്നതും. പാപങ്ങൾ ചെയ്തൊരു ആപത്തിൽ കാണായി ആദോഷ സംഭവൻ എന്ന നേരം ധന്യമായുള്ളൊരു തന്നെ ലോകവും തന്നെയും കാണാനും മുന്നേ പോലെ. കണ്ടൊരു നേരത്തു തങ്ങളിൽ ഇങ്ങനെ മിണ്ടുവാനേതുമേ വല്ലിലപ്പോൾ സത്യമായുള്ളൊരു ഞാനായ ദേവനിൽ ഇത്തരം ചിന്തിച്ചു നിന്നുറങ്ങാൻ. ശ്രീരാംപുരാശിയിൽ നേരെ വിളങ്ങുന്ന നാരായണൻ തന്നെ കാണായപ്പോൾ അന്നവൻ തന്നെ നാഭിരാജോജത്തിൽ നിന്നൊരു തന്നെയും കണ്ടാൻ. പിന്നെ നീയാരെന്നിങ്ങനെ ചോദിച്ചാനന്നേരം മായവനായുള്ള നന്മുഖൻ താൻ. സൃഷ്ടാവും ഞാനെന്നു ചൊല്ലിനാനന്നേരം പാട്ടാവരിന്നുള്ള നന്മുഖനും. സൃഷ്ടാവിൽ നിങ്ങനെ ചൊന്നതും കേട്ടപ്പോൾ സൃഷ്ടനായി നിന്നവൻ ചൊന്നാൻ. പിന്നെ സൃഷ്ടാവായി നിന്നതു നാനുള്ളൂ നീയല്ല പൊട്ടാനി ഞാനെന്നു ചൊന്നതിൻ്റെ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. തങ്ങളിൽ ഇങ്ങനെ പേശുന്ന നേരത്തു തിങ്ങിന കോപമേ എന്നു മുന്നിൽ കൈടവൻ വന്നു കയർത്തതു കാണായി പേടികൊണ്ടെന്നപ്പോൾ ഓടിനാൻ. കയ്യും തിരുമ്മി അയ്യോ എന്നിങ്ങനെ ചൊല്ലി ചൊല്ലി കൈടവൻ താനുമൻ നാനുകൾ പിന്നാലെ ഓടിത്തുടങ്ങിന. പിന്നെ കൂരിരുട്ടായൊരു മന്ദിരം തന്നികൾ ആരും കൂടാതെ വാതിലും കാണാതെ പാടമുടന്നൊരു ബാലകൻ ചെയ്യുന്ന വേലയെല്ലാം നന്മുഖൻ തന്നെ ദീനത്തെ കണ്ടപ്പോൾ മറച്ചു വെച്ചാൽ ദുഷ്ടനായുള്ളൊരു നന്മുഖൻ എന്നപ്പോൾ ദുഷ്ടനണിന്നുടനൊന്നു വീഴ്ത്താൻ. ഗർഭത്തിൽ നിന്നു പുറപ്പെട്ടൊരഭകൻ തന്നിന്നു വീർക്കും പോലെ നാശകളോരോനെ ആതുരനായിട്ടു നോക്കും നേരം സുന്ദരനായൊരു നന്ദകുമാരനെ വൃന്ദാവനത്തിൽ നിന്നു കണ്ടാൽ ആകാശ പോലെ
അമ്മയെ കണ്ടുള്ള മക്കൾ പോലെ കൈകളെ കൂട്ടിട്ടു ഭൂതലം തന്നെയിലെ കൈവിട്ടു വീണാൽ പിന്നെ മൂന്നാളും പാദങ്ങൾ രണ്ടിലും ചേർത്തു നിന്നിരുന്നാൽ ഒട്ടുനേരം പംസുക്കൾ ഏറ്റിട്ടു ദുസ്സരമായുള്ള പാദങ്ങൾ കണ്ടുമാതരവാൽ മെല്ലെ കണ്ണും തീരും ഇട്ടു വല്ലഭൻ മുന്നിൽ തന്നെ കോൾമയെ കൊണ്ടൂടൻ ആനന്ദം തന്നെ കോമരമായിട്ടു നിന്നു പിന്നെ ഗദ്ഗതയായൊരു ചെയ്തുകൊണ്ടന്നേരം ചില്ലനായോനെ വാട്ടി നിന്നാൽ കർമ്മകൾ നേരത്തെ കവിയുമായി നിന്നു തുമിനും നിരത്തെ കൂറയുമായി പീലികൾ കൊണ്ടുള്ള മാലകളെ കൊണ്ടും ചാല നിറന്നോനെ കൈകൊള്ളുന്നു കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഒരു ഇക്കണ്ട രൂപത്തിൽ വൈഭവം വാഴ്ത്തുവൻ ഇക്കണ്ടോരാരുമിൽ എന്നു ചൊല്ലാം. നിർഗുണനായിട്ടു കണ്ടിട്ടില്ല, നിത്യനായി നിന്നു ഞാൻ രൂപം ആദ്യം ദശൂന്യങ്ങളായുള്ള വേദങ്ങൾ ആരാഞ്ഞു പോയിങ്ങും കണ്ടുതില്ലേ. ഗുഡനായി നിന്നോരു ഞാനിന്നു കണ്ടില്ല, ഗുഡനായി നിന്നോരു നിന്നെ കാണുവാൻ. നിന്മായ മോർത്തിരിനാർക്കറിയാനാവൂ ചിന്മയനായി നിന്ന തമ്പൂരാനെ. പാരെല്ലാം ഈരേഴും നിങ്കലെഴുന്നതും പാരാതെ നിങ്കലടങ്ങുന്നതും പാവകജ്വാലകൾ പാരമെഴുന്നിട്ടു പാവകർ തങ്കലടങ്ങും പോലെ. സൃഷ്ടിക്കു ഞാനെന്നു കർത്താവെന്നിങ്ങനെ പൊട്ടരായുള്ളവർ ചൊല്ലുന്നതും എന്തു ഞാൻ ഇന്നിതിൻ കാരണമായി നിൽപ്പാൻ അന്ധനായി നിന്നുള്ളവനങ്ങെങ്ങാനും. ശാസ്ത്രങ്ങളെല്ലാം ഞാൻ ഓർത്തുടൻ മെല്ലെ നിന്നോർത്തെല്ലാം ചിന്തിച്ചു പാർത്തു കണ്ടേൻ. നീയായതിങ്ങനെ എന്നുള്ളതെങ്ങുമേ മായം കളഞ്ഞു ഞാൻ കണ്ടതില്ലേ. ഇങ്ങനെയല്ല പോലങ്ങനെ അല്ല പോലെങ്ങുമേ എന്നുതു കണ്ടു ഞാനോ. ഇങ്ങനെ നിന്നൊരു നിന്നെ ഞാൻ വെല്ലുവാൻ നിന്നു മുതിർന്നു നിന്നു ചെമ്മേ. ഉദ്യോതം കണ്ടു ഞാൻ പ്രദ്യോതൻ തന്നെ ഗദ്യോതം വെല്ലുവാനെന്ന പോലെ. നീയായി നിന്നൊരു പീയൂഷവാരിയിൽ നീളവേ മുങ്ങിനോരങ്ങളാരും വില്ലുന്നിതിലൊരു തുള്ളിയെ വായിക്കോൺവാൻ വല്ലാതെ തല്ലെനിക്ക് അത്ഭുതം താൻ. ദാഹത്തെ പോകുവാൻ താപത്തെ തൂവുന്ന മോഹമാം വാരിയിൽ ചാടുന്നതും അങ്ങനെ പോകുന്നതിനൂടെ ഭൈഭവം എങ്ങുമേ കാണാവ അങ്ങനെ കാണവല്ലെന്നേ വേണ്ടു. നാഥനായി നിന്നതും താതനായി നിന്നതും മാതാവായി നിന്നതും നീയല്ലോ താൻ. എങ്ങളിലുള്ളൊരു വമ്പിഴയെല്ലാം നീ ഇങ്ങനെ നിന്നും പൊറുക്കേയുള്ളൂ. ഗർഭസ്ഥനായുള്ള ബാലൻ വിട്ടിയാൽ നിർഭത്സിക്കുന്നതോ മാതാക്കന്മാർ. വിശ്വങ്ങളെല്ലാമേ നിന്നുടെ ഭൈഭവം നിസ്സംഗമായി നിന്നു ചൊല്ലാം ഇപ്പോൾ. വിശ്വത്തിൽ ഞാനുമെന്നതു നിർണയം നിശ്ചയമെൻ പിഴ നീ പൊറുപ്പൻ. നാൻമുഖനായി നിന്നു നാടുകളേഴിലും എന്മയെനിക്കേതും വേണ്ടിയതല്ലേ. ഉല്ലാസം പൂണ്ടൊരു വൃന്ദാവനന്തനിൽ പുല്ലായി വേണമെല്ലാ നാളും പുല്ലായി വേണമെല്ലാ നാളും. പല്ലവം പോലെ പതുത്തുള്ള നിൻപാദം മെല്ലവേ നിന്നു ധരിക്കാമല്ലോ. ഇത്തരം ഓരോന്നെ ചൊല്ലിപ്പുകന്നിട്ടു സത്വരം കുമ്പിട്ടു കൂപ്പി നിന്നാൻ. ശങ്കിതനായൊരു പങ്കജന്മാവു തങ്ങളിൽ പങ്കജം കൂപ്പുന്നേരം. നാലു മുഖങ്ങളും അമ്പോടു നോക്കിട്ടു നിലക്കാർ വർണ്ണൻ ചിരിച്ചു ചെന്നാൻ. വൃദ്ധന്മാരായി ഞങ്ങളിൽ നിന്നു വേണ്ടു വരും. നാട്ടാരെ വീട്ടിലെ പൈതങ്ങളെ കൊണ്ട് കാട്ടിക്കൊടുപ്പു ചൊല്ലെന്നങ്ങനെ ഞാൻ. കണ്ണുകളോരൊന്നു കണ്ടുതില്ലെങ്കിലോ നന്ദിനിക്കോ അതുകൊണ്ടു ഞാൻ നിന്നു കേള ചിന്തിച്ചു വന്നതിപ്പോൾ. ഹാസ്യനായുള്ള വിരിഞ്ചനോടിങ്ങനെ ഹാസ്യങ്ങളായുള്ള വാക്യങ്ങളെ പിന്നെ മേധാവിയായൊരു ധാതാവു താനെപ്പോൾ മാധവൻ തന്നെ പാദങ്ങളെ മനസ്സും തന്നെ ഉറപ്പിച്ചു വാരിജ ജന്മവും പോയൊരു നേരത്തു വാരിജലോചനുകളെ ചാലത്തേടിച്ചു തീരത്തു ബാലകന്മാരുടെ മുന്നിൽ ചെന്നാൻ. മായയിൽ മൂടിന ബാലന്മാരാരും അക്കാലം കഴിഞ്ഞതറിഞ്ഞതില്ലേ.
ദൂരത്തു പോയൊരു കണ്ണും തേടിച്ചു വേഗത്തിൽ വന്നതു നിന്നടോ നീയും കണ്ണുമായി വന്നതും പാർത്തിട്ടു കയ്യും പോന്നു ഞങ്ങൾ ഇങ്ങനെ ചൊന്നുള്ള ബാലകന്മാരുമായി ഭംഗിയിൽ നിന്നുടനുണ്ടു പിന്നെ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീ വിഷ്ണു ഭുജംഗ പ്രയാഗത്തോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാന്റെ കൃത്താർത്ഥം സമർപ്പിക്കുകയാണ്. ഓം തത്സത്. ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗ പ്രയാഗം. ഇദം സംവിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരം ഓംകാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ. മഹായോഗപീഠേ പരിഭ്രാജമാനേ ധരണ്യാദി തത്വാത്മകേ ശക്തിയുക്തേ